Dear students, page 81-ലുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അതിന് തൊട്ട് മുമ്പേ എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞു, ഒന്ന് രണ്ട് എക്സാമ്പിൾസൊക്കെ ചെയ്തിരുന്നു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The square of a term in the arithmetic sequence 2, 5, 8, etc. is 2500. What is its position? The square of a term in the arithmetic sequence 2, 5, etc. is 2500. What is its position? അപ്പോൾ സീക്വൻസിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2, 5, 8 എക്സെട്ര എന്നുള്ള ഒരു സീക്വൻസ്, ആ സീക്വൻസിലെ ഒരു ടേമിൻ്റെ സ്ക്വയറാണ് 2500 എങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ, ആ ടേമിൻ്റെ പൊസിഷൻ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ടേമിൻ്റെ പൊസിഷനെ നമ്മൾ n കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, നമ്മളവിടെ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മളിവിടെ n-ൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഒരു ടേമിൻ്റെ സ്ക്വയറാണെന്ത്, സ്ക്വയർ ഓഫ് എ ടേം is equal to 2500. അപ്പോൾ ഏത് സ്ക്വയറാണ് ഏത് ടേമാണെന്ന് നമുക്കറിയില്ല. എത്രാമത്തെ ടേമാണ്, അതായത് ടേമിൻ്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കണം, n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് ടേമിൻ്റെ സ്ക്വയറാണ് 2500 എന്ന് അറിയാത്തതുകൊണ്ട് എല്ലാ ടേമിനെയും നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്ന ജനറൽ ഫോം എന്ന് പറയുന്നത് nth ടേമാണ്. ഓക്കെ, nth ടേം ഓഫ് ദി സീക്വൻസ്. അപ്പോൾ nth ടേം ഓഫ് ദി സീക്വൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് xn is equal to dn plus f minus d. അതിൻ്റെ ഫോം എന്തായിരിക്കും, an plus b എന്നുള്ള രീതിയിലുള്ള ഒരു ഫോം ആയിരിക്കും. അപ്പോൾ ആ ഫോമിൽ നമ്മൾ എന്ത് കണ്ടെത്തുന്നു, ആദ്യം തന്നെ nth ടേം കാണുന്നു, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 2500 എന്ന് എഴുതിയിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത്. അപ്പോൾ dn is equal to xn is equal to dn plus f minus d. d എന്ന് പറയുന്നത് 5 minus 2 is equal to 3. Therefore 3n plus f is 2 minus 3. That is 3n plus 2 minus 3 is equal to minus 1. Therefore 2n minus 1 കിട്ടും. അപ്പോൾ xn is equal to 3n minus 1 എന്ന് കിട്ടി. അപ്പോൾ ഈ ടേമിൻ്റെ സ്ക്വയറാണ് എന്ത്, 2500. അപ്പോൾ xn എന്ന ടേമിൻ്റെ സ്ക്വയറാണെന്ത് 500. xn എന്നുള്ളത് 3n minus 1 ആണ്. അപ്പോൾ 3n minus 1ൻ്റെ സ്ക്വയറാണ് 500. സോ ഫ്രം ഹിയർ വിൽ ഗെറ്റ് 3n minus 1 is equal to root of 500 അല്ല 2500. ഓക്കെ, റൂട്ട് ഓഫ് 2500. 25ൻ്റെ റൂട്ട് 5 ആണെന്ന് അറിയാം, 100ൻ്റെ റൂട്ട് 10 ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ 2500ൻ്റെ റൂട്ട് എത്രയാണ്, 50 ആണ്, 50. സോ 3n is equal to 50. ഈ -1 അങ്ങോട്ട് കൊണ്ടുപോയാൽ +1, ദാറ്റ് is equal to 51. സോ 3n is equal to 51 എന്ന് നമുക്ക് കിട്ടി. 3n is equal to 51 ആണെങ്കിൽ n is equal to 51/3, that is equal to 17 എന്ന് കിട്ടും. n is equal to 70. n is equal to 70 എന്ന് പറഞ്ഞാൽ 17th ടേം, 17ാമത്തെ ടേമിൻ്റെ സ്ക്വയർ ആണെന്ത് 2500. Therefore the position of the term is 17. Okay, so we are asked to find what is the position. Okay, so position is equal to 17. 17th ടേം ഏതാണോ ആ ടേമിൻ്റെ സ്ക്വയറാണ് 2500. അപ്പോൾ 17th ടേമാണ് ഏത് എന്ന് നമുക്ക് മനസ്സിലായി, 50 എന്ന് മനസ്സിലായി. 15ൻ്റെ സ്ക്വയർ ആണെന്ത് 2500. Then see which is the fourth question. 2000 rupees was deposited in a scheme in which interest is compounded annually. ആനുവലായിട്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്ന ഒരു സ്കീമിൽ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, 2000 rupees ഡെപ്പോസിറ്റ് ചെയ്തു. ആഫ്റ്റർ 2 years the amount in the account was 2205 rupees. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ അക്കൗണ്ടിൽ നോക്കിയപ്പോൾ കാണുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2205
5 rupees. Then what is the rate of interest? അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു ചാപ്റ്റർ പഠിച്ചിരുന്നു. അവിടെ എമൗണ്ടിനെ കുറിച്ചും പ്രിൻസിപ്പളിനെ കുറിച്ചും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചും നമ്പർ ഓഫ് ഇയേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കണക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇക്വേഷൻ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്തുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് A is equal to P into 1 plus R by 100 all raised to n എന്നുള്ള ഒരു ഇക്വേഷൻ. This is 4th question. നമ്മൾ പഠിച്ചത് ഇതാണ്. A is equal to P into 1 plus R by 100 all raised to n. Here A is the amount, P is the principal. Principal എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ നിക്ഷേപിക്കുന്ന amount. R is the rate of interest, n is the number of years. Okay, അപ്പോൾ A is equal to P into 1 plus R by 100 all raised to n എന്നുള്ളത് നമുക്ക് നേരെ മാറ്റി എഴുതാം. അതായത് ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റിൽ വരുന്ന രീതിയിലും ലെഫ്റ്റ് സൈഡ് റൈറ്റിൽ വരുന്ന രീതിയിലും നമുക്ക് എഴുതാം. അങ്ങനെ എഴുതിയാലും ശരിയാണ്. ഇവിടെ ഞാൻ അങ്ങനെയാണ് എഴുതുന്നത്. ബിക്കോസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ആറാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 6 ലെഫ്റ്റ് സൈഡിൽ വന്നാൽ നമുക്ക് ഇക്വേഷൻസ് എഴുതി 6 കണ്ടുപിടിക്കാൻ സൗകര്യമായതുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. P into 1 plus R by 100 all raised to n is equal to amount, and here amount is 2205. Principal is 2000. ആദ്യം നിക്ഷേപിച്ച എമൗണ്ടിനാണ് പ്രിൻസിപ്പൽ എന്ന് പറയാം. 1 plus R by 100 all raised to n. n is the number of years, that is 2 years. After 2 years, 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ 2000 രൂപ എത്രയായി മാറിയത്? 2205 രൂപയായി മാറിയത്. സോ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? വാട്ട് ഈസ് ആർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആർ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ 2000 ഇൻറ്റു ദിസ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇപ്പോൾ 2 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 10 എന്നാണ് നമ്മളെന്താ ചെയ്യുക? ഈ എക്സ് അവിടെ വെക്കും, എന്നിട്ട് 10/2 ഈസ് ഈക്വൽ ടു 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റി, ആ സ്ക്വയറും ഇത് മൊത്തം അവിടെ തന്നെ വെക്കുക. ഈ 2000 ഇങ്ങോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് മാത്രം ബാക്കിയാവും, ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റി ബാക്കിയാവും. സോ 1 plus R by 100 all raised to n എന്നുള്ളത് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് വിൽ റൈറ്റ് വാട്ട്? 2205 ഡിവൈഡഡ് ബൈ 2000 എന്ന് എഴുതും. ഇനി ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് കണ്ടെത്തിയാൽ നമുക്ക് ആറിൻ്റെ വാല്യൂവിലേക്ക് വേഗം പോകാം. പക്ഷേ ഈ 2 നമ്പറും അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടുള്ള നമ്പർ അല്ല. ഓക്കെ, ഉദാഹരണത്തിന് 36/25 എന്ന് കാണുന്നു വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ എന്താ ചെയ്യുക? ഈ ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ റൂട്ടായ 6ഉം ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ റൂട്ടായ 5ഉം കണ്ടു കഴിഞ്ഞാൽ യു ഗോട്ട് ദി ആൻസർ. ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ ഇതിനൊരു സ്ക്വയർ റൂട്ട് വേണം, ഇതിനും ഒരു സ്ക്വയർ റൂട്ട് വേണം. പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടാണ് ഉദ്ദേശിക്കുന്നത്, ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെ ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ല, ഇതിനും ഇല്ല. ഇല്ലാത്തതുകൊണ്ട് പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടുള്ള നമ്പറിലേക്ക് ഇതിനെ മാറ്റണം. അങ്ങനെ മാറ്റാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. എല്ലാം ഒന്നും മാറ്റാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിലൊക്കെ അങ്ങനെയൊക്കെയുള്ള സാധ്യതയുള്ള നമ്പേഴ്സാണ് തരാം. അപ്പോൾ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. 5ൽ അവസാനിക്കുന്നു. ഇറ്റ് എൻഡ്സ് ഇൻ 0. therefore this also is a multiple of 5. അപ്പോൾ ഇതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 2205നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 20, then 2 0 4 20, പിന്നെ കിട്ടുന്ന ഒരു 5 ആണ്. ഈ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വിൽ ഗെറ്റ് 1. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? 441 കിട്ടി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 441. അതേപോലെ തന്നെ 2000 ഡിവൈഡ് ചെയ്യുക. 2000 ഡിവൈഡ് ചെയ്യുമ്പം 5 കൊണ്ട് ഈ 20ൽ തന്നെ 4 ടൈംസ് 4 5 ഇസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും അല്ലേ? പിന്നെ ഇവിടെ 2 zeros ഉള്ള, അപ്പോൾ 2 zeros ഇവിടെ ആഡ് ചെയ്താൽ മതി. ദെൻ യു വിൽ ഗെറ്റ് 400. സോ ദിസ് ഈസ് 441 ഡിവൈഡഡ് ബൈ 400 എന്ന് കിട്ടും. ഓക്കെ, ഈ 441 ഒരു സ്ക്വയർ റൂട്ട് ഉണ്ട്.
400-നും സ്ക്വയർ റൂട്ട് ഉണ്ട്. ഓക്കെ, 441 എന്ന് പറഞ്ഞാൽ 21-ൻ്റെ സ്ക്വയറാണ്. 21-ൻ്റെ സ്ക്വയർ 441, 20-യുടെ സ്ക്വയർ 401. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ 1 + r/100 ഈ ബ്രാക്കറ്റിലുള്ളത് മാത്രം എടുക്കുക. അപ്പോൾ x² ദിസ് ആണെങ്കിൽ x = ദിസ് എന്ന് വരും. ഓക്കെ, അപ്പോൾ 441/400-ൻ്റെ സ്ക്വയർ റൂട്ടാണ് ഈ ബ്രാക്കറ്റിലുള്ളത് മാത്രം. ആൻഡ് 441 ഈസ് ദ സ്ക്വയർ ഓഫ് 21. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 21 ആണ്. 400-ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 20 ആണ്. സോ വി ഗോട്ട് 1 + r/100 = 21/20. 21/20 എന്ന് കിട്ടി. ഇനി അവിടെ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ എഴുതുകയാണ്. 1 + r/100 = 21/20. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട r ആണ്. അതുകൊണ്ട് r ഉള്ള ടേം മാത്രം ഇവിടെ വെക്കുക. അങ്ങനെ r/100 ഈ +1-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ r/100 = 21/20 +1 അങ്ങോട്ട് പോയാൽ -1. ഓക്കെ, സോ 3/2 - 1 എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഈ 2 × 1 മൾട്ടിപ്ലൈ, ഈ ആദ്യം വന്ന 3 അവിടെ എഴുതി വെക്കുക. ആദ്യം 3, എന്നിട്ട് 2 × -1 = -2 എന്നെഴുതും. എന്നിട്ട് ഇവിടെ മാത്രം ഡിവൈഡ് ബൈ എന്ന് എഴുതിയതിന് പകരം ഹോൾ ഡിവൈഡ് ബൈ, കാരണം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതേ ഡിനോമിനേറ്റർ അവിടെ എഴുതും 2. സോ 3 - 2 = 1, 1/2 എന്ന് കിട്ടും. 1/2. ഓക്കെ, അപ്പോൾ 5/3 - 2 എന്നാണെങ്കിൽ എന്താ ചെയ്യുക? ഈ മേലുള്ള 5 ആദ്യം എഴുതി വെക്കും. 5, 3 × -2 -6, ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ ഈ 3 എന്ന് എഴുതും. 5 - 6 = -1. സോ -1/3 എന്ന് കിട്ടും. അതേപോലെ ഇതിനെ മാറ്റാം. ഇപ്പോൾ 20 × 1 = 20 എന്ന് കിട്ടും. അപ്പോൾ -20 ആവും. അപ്പോൾ 21 ആദ്യം എഴുതണം. 21 - 20/20 എന്നായി മാറും. So we get what? 21 - 20/20. 21 - 20 means 1. So 1/20. അപ്പോൾ r/100 എന്ന് പറയുന്നത് 1/20 ആണ്. സോ r = ഈ 1/20 അവിടെ എഴുതി. ഈ ഡിവൈഡ് ബൈ 100 എന്നുള്ളത് മറുഭാഗത്തേക്ക് പോകുമ്പോൾ എന്താവും? ×100 എന്നായി മാറും. ഓക്കെ, ഡിവിഷൻ്റെ നേരെ ഇൻവേഴ്സ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ×100 എന്നാവും. അപ്പോൾ 1 × 100 is 100. 100/20 = 5 എന്ന് കിട്ടും. സോ r = 5 എന്ന് കിട്ടി. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5% ആണ്. അപ്പോൾ 2000 രൂപയ്ക്ക് 5% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റിൽ 2 years കഴിഞ്ഞപ്പോൾ അതെന്തായി മാറി? 2205 rupees-ആയി മാറി. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് = 5% എന്ന് മനസ്സിലാക്കുക. ഇതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു പുതിയ ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. ദാറ്റ് ഈസ് സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയും. സ്ക്വയർ കംപ്ലീഷൻ. ഇപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് സോൾവ് ചെയ്യാനുള്ള, ആൻസറിലേക്ക് വരാനുള്ള ഒരു മെത്തേഡാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. മാത്രമല്ല ഫോക്കസ് ഏരിയയിൽ കഴിഞ്ഞ വർഷം വന്ന ഒരു ഭാഗമാണ് സ്ക്വയർ കംപ്ലീഷൻ. അതിന് ശേഷമുള്ള ഭാഗം എക്സാമിനേഷനൊന്നും ഈ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിന് ശേഷമുള്ള ഭാഗം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സാമിനേഷന് വേണ്ടി അത് പഠിക്കണം നിർബന്ധമില്ലായിരുന്നു. പക്ഷേ ഈ വർഷം ഫോക്കസ് ഏരിയ ഏതാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ സ്ക്വയർ കംപ്ലീഷൻ എന്നുള്ള ഭാഗം നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ പേജ് 81-ൽ തന്നെ നിങ്ങൾക്കൊരു ഫിഗർ കാണാം. ആ ഫിഗറിൽ ഒരു സ്ക്വയർ ഇങ്ങനെ കാണാം. ഒരു ഗ്രീൻ സ്ക്വയറാണ്. അതിന് ശേഷം ഒരു യെല്ലോ റെക്റ്റാങ്കിൾ ഇങ്ങനെ
അതേ വലിപ്പത്തിലുള്ള ഒരു യെല്ലോ റെക്റ്റാങ്കിളും കൂടെ കാണുന്നു. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു സ്ക്വയറും കാണാം. ഇങ്ങനെ അതൊരു ബ്ലൂ സ്ക്വയറാണ്. A green square, two yellow rectangles of the same height and a small blue square are kept together. The width of the yellow rectangles and the side of the blue square are all 1 meter and the total area of the entire figure is 100 square meters. Okay. ഈ ഫിഗറിൻ്റെ ആകെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 100 സ്ക്വയർ മീറ്ററാണ്. ഇതിൻ്റെ വിഡ്ത്ത് 1 മീറ്ററാണ്. ഓക്കെ. The width of the yellow rectangles and the side of the blue square are all 1 meter. And the total area of the entire figure is 100 square meters. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് 1 മീറ്ററാണ്. ഇവിടെയും 1 മീറ്ററാണ്. ഈ സ്മോൾ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും എന്താണ്? 1 മീറ്ററാണ്. ഇത് ഒരു ഗ്രീൻ സ്ക്വയറാണ്. ഗ്രീൻ സ്ക്വയർ ദ ഫിഗർ. ഇതിൻ്റെ ടോട്ടൽ ഏരിയ, അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെയും ഈ സ്മോൾ സ്ക്വയറിൻ്റെയും ഈ വലിയ സ്ക്വയറിൻ്റെയും ഏരിയ എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 100 മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. Then the question is, we have to calculate the length of a square of the green length of the side of the green square and not very easy to calculate directly എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഗ്രീൻ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഓക്കെ. അതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് അതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. എക്സ്. ഓക്കെ. ഈ 4 സൈഡും എക്സ് ആയി. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറാണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 1. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും എക്സ് ഇൻറ്റു 1 ആണ്. ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് സ്ക്വയർ, ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 അല്ലെങ്കിൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഈ ഫിഗറിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 1 ആണ്. And that is given to be 100 square meter. Okay. The side of green square side നമ്മൾ x എന്ന് എടുക്കുന്നു. ഓക്കെ. സോ ഏരിയ ഓഫ് ഫിഗർ, ഈ തന്നിരിക്കുന്ന ഫിഗറിൻ്റെ ഏരിയ 100 മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എങ്ങനെ കിട്ടുന്നു? ഏരിയ ഓഫ് സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 1 എക്സ് ആൻഡ് ഏരിയ ഓഫ് ദിസ് യെല്ലോ റെക്റ്റാങ്കിൾ ദാറ്റ് ഈസ് എക്സ് ആൻഡ് ഏരിയ ഓഫ് ദിസ് സ്ക്വയർ സൈഡ് സ്ക്വയർ 1 സ്ക്വയർ 1 സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100. അപ്പോൾ എക്സ് സ്ക്വയർ എക്സ് പ്ലസ് എക്സ് ഈസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 100. ഓക്കെ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഈ ലെഫ്റ്റ് സൈഡ് ഈ ഇക്വേഷൻ്റെ ഈക്വൽ ടു സൈനിന് ഇപ്പുറത്തേക്കുള്ളത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. ഈ ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണം. ദാറ്റ് മീൻസ് സൈഡ് ഓഫ് ദ ഗ്രീൻ സ്ക്വയർ കണ്ടെത്തണം. ഓക്കെ. അത് കണ്ടെത്താൻ ഈ ഫിഗറിനെ നമ്മൾ റീ അറേഞ്ച് ചെയ്യുന്നു, മറ്റൊരു രീതിയിലേക്ക് മാറ്റി അറേഞ്ച് ചെയ്യാണ്. എന്നിട്ട് ഇതിൻ്റെ ഏരിയ മറ്റൊരു രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആദ്യം ഉണ്ടായിരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് ഫിഗർ. ഈ ഫിഗറിലെ ഈ ഗ്രീൻ സ്ക്വയറും ഈ യെല്ലോ റെക്റ്റാങ്കിൾ അവിടെ തന്നെ നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ യെല്ലോ റെക്റ്റാങ്കിൾ ഇവിടെ നിന്ന് എടുത്തു കളഞ്ഞു. എന്നിട്ട് ആ റെക്റ്റാങ്കിൾ ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ സെയിം ആയതുകൊണ്ട് ഈ ലെങ്ത്ത് എത്ര തന്നെയാണോ അതാണ് ഇവിടെ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അത് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അതിവിടെ കൊണ്ടുവച്ചാൽ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ കിട്ടും. ഓക്കെ. ഇനി ഇവിടെ ഒരു സ്ക്വയർ ബാക്കി വരുന്നുണ്ട്. ഈ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് 1 ആണ്, ഇതും 1 ആണ്. അപ്പോൾ ഇത് ഇവിടെ എക്സാക്ട്ലി ഫിറ്റ് ആവും. ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഈ ഒരു ഫിഗറിനെ നമുക്ക് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലേക്ക് കിട്ടും. അപ്പോൾ ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയയും എന്ത് തന്നെയാണ്? 100 തന്നെയാണ്. 100 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ ആയിരിക്കും. ഇപ്പം
കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ്, ഇവിടുന്ന് ഇങ്ങോട്ട് 1, ഇത് എക്സ്, ഇവിടുന്ന് ഇങ്ങോട്ട് 1, അപ്പോൾ എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 1, ദിസ് ഈസ് എക്സ് പ്ലസ് 1, ദിസ് സൈഡ് ഈസ് എക്സ് പ്ലസ് 1. ഓക്കെ, അപ്പോൾ എക്സ് 1, എക്സ് 1, സോ വൺ സൈഡ് ഈസ് എക്സ് പ്ലസ് 1. ഓക്കെ, ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എത്രയാണ്? എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ ഇതൊരു സ്ക്വയറാണ്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു എത്രയാണ്? 100 ആണ്. എങ്ങനെയാണ് 100 ആവുന്നത്? ഇതേ സംഗതി തന്നെ റീ അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഏരിയയിൽ മാറ്റം ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഗ്രീൻ സ്ക്വയറും 2 യെല്ലോ റെക്റ്റാങ്കിൾസും ഒരു ബ്ലൂ സ്ക്വയറും എല്ലാം കൂടെ ഒരു പ്ലേസ് മാറ്റി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദർ വോണ്ട് ബി എനി ചേഞ്ച് ഇൻ ദ ഏരിയ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏരിയ 100 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇവിടെയും ഏരിയ എത്രയാണ്? 100 മീറ്റർ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ 100 മീറ്റർ ആണ്. ഇതിൻ്റെ ഷേപ്പ് ഇപ്പോൾ സ്ക്വയറാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കിട്ടാൻ സൈഡ് സ്ക്വയർ കണ്ടാൽ മതി. സൈഡ് ഈസ് എക്സ് പ്ലസ് 1, സോ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് ഏരിയ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 100, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി എന്താണ്? ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും എന്ന് നമ്മൾ ഇവിടെ വെച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇനി എവിടെ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് കണ്ടാൽ അതിനൊക്കെ പകരം നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 എന്ന് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടുന്ന് എക്സ് പ്ലസ് 1 കാണാം, എക്സ് കാണാം, ഒക്കെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. So x plus 1 is equal to root of 100 and that is equal to 10. അപ്പോൾ x plus 1 10 ആണെങ്കിൽ x is equal to 10 minus 1 that is equal to 9 meter എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 9 മീറ്റർ നമുക്ക് കിട്ടി. ഗ്രീൻ സ്ക്വയറിൻ്റെ 1 സൈഡാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 9 മീറ്റർ. അതാണ് നമ്മളോട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ദ സൈഡ് ഓഫ് ഗ്രീൻ സ്ക്വയർ, ഓക്കെ, സൈഡ് ഓഫ് ദ ഗ്രീൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 മീറ്റർ എന്ന് നമ്മൾ ഫൈനൽ ആൻസറായിട്ട് എഴുതി വെക്കുന്നു. നൗ നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്നുള്ള ഏരിയയിലേക്ക് കടന്നു. തൊട്ട് മുമ്പുള്ള 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തു. ഇനി വേറെയും 1-2 എക്സാമ്പിൾസ് ഇതിനെ തുടർന്ന് വരുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതിനുശേഷം എക്സസൈസ് ഉണ്ട്, എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. So the remaining things we can solve in the next class. Okay, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.